ടാക്ക ചാൻഡ്രിയറി എന്ന ചെടിയിൽ വളരുന്ന വളരെ പെക്യുലിയർ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ഷേപ്പിലുള്ള ഒരു ഫ്ലവറാണ് ബ്ലാക്ക് ബാറ്റ് ഫ്ലവർ. ഇതൊരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേറ്റീവ് ആയിട്ടുള്ള ചെടിയാണ്. അതായത് മലേഷ്യ, തായ്ലാൻഡ്, സൗത്തേൺ ചൈന. അപ്പോൾ ഈ കാണുന്ന കടുക് പോലുള്ള തരികളാണ് ഇതിൻ്റെ സീഡ്സ്. ഇത് സെൽഫ് പോളിനേറ്റിംഗുമാണ്. ഇൻസെക്ട്സ് വഴിയും ഇതിൻ്റെ പോളിനേഷൻ നടക്കും. ഇപ്പോൾ കേരളത്തിൽ വളർന്നിരിക്കുന്ന ചെടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തൈയൊക്കെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വവ്വാലിൻ്റെ ചെറുകളും ഞണ്ടിൻ്റെ കണ്ണുകളും പൂച്ചയിൻ്റെ മീശയും ഉള്ള ഡാർക്ക് കളേർഡ്, അതായത് ഡീപ്പ് പർപ്പിൾ ടു ബ്ലാക്ക് കളേർഡ് ഫ്ലവേഴ്സ്. അതും നല്ല വൈബ്രൻറ്റ് ഡാർക്ക് ഗ്രീൻ പച്ച വലിയ ലീവ്സിൻ്റെ ഇടയ്ക്ക് ഈ ഫ്ലവർ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് കളേഴ്സും അടിപൊളി തന്നെയാണ്. ഒരു ട്രോപ്പിക്കൽ മോയ്സ്റ്റ് എൻവയോൺമെൻറ്റിൽ, അതായത് വലിയ സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത തണലത്ത് വളരുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ പാർഷ്യൽ സൺലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഏരിയാസിൽ വെക്കാൻ അടിപൊളിയായിരിക്കും. 6.1 to 7.5 വരെ pH വാല്യൂ ഉള്ള നല്ല വെൽ ഡ്രെയിൻഡ് ഫെർട്ടൈൽ സോയിലാണ് ഇത് നന്നായിട്ട് വളരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ സീഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഓൾമോസ്റ്റ് ഇതിൻ്റെ കാലം കഴിഞ്ഞു. സീഡ്സ് മണ്ണിൽ വീണ് പുതിയ പ്ലാന്റ്സ് മുളച്ചോളും. ഓർക്കിഡ്സിൻ്റെ തന്നെ സെയിം ഗ്രോയിങ് കണ്ടീഷനാണ് ഇതിനും ഉള്ളത്. ഇത് വെറും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് മാത്രമല്ല, ഇതിന് ഒട്ടേറെ മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ഇതിൻ്റെ റൈസോംസ് അല്ലെങ്കിൽ സ്റ്റെമ്മും റൂട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് അതാണ് യൂഷ്വലി ചൈനീസ് മെഡിസിൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാപ്പനിൻസും ഡയറി ഹെപ്പനോയിഡ്സും ആണ് ഇതിലുള്ള മെഡിക്കൽ കോമ്പണൻസ്. അത് മാത്രമല്ല, മൈക്രോട്യൂബ്യൂൾ സ്റ്റെബിലൈസേഴ്സ് ആയ ടാക്കലോനോലൈറ്റ്സ് E&A ഇതിൻ്റെ റൂട്ട് എക്സ്ട്രാക്ട്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. ഈ ഏജൻസിൽ സൈറ്റോടോക്സിക് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസ് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. 19th സെഞ്ചുറിയിലെ ഒരു ഫേമസ് ഹോർട്ടിക്കൾച്ചറിസ്റ്റും പിന്നെ ലാൻഡ്സ്കേപ്പ് ഡിസൈനറും ആർക്കിടെക്റ്റുമായ എഡ്വേർഡ് ആൻഡ്രെയാണ് 1901 ഇതിൻ്റെ ബൈനോമിയൽ നെയിമായ ടാക്ക ചാൻഡേരി എന്ന പേര് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ സീഡ്സ്. ചെറിയ കടുകുമണി പോലെയുള്ള സീഡ്സ് ആണ് ഇതിനുള്ളത്. അപ്പോൾ പുതിയതായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.